for reminding us once again to renew our commitment to peace and unity. For the keynote address, we are blessed to have with us Brahmasri Swami Sachidananda, President Sri Narayana Dharma Sangam Trust, Shivagiri Math, Kerala. As we all know, to commemorate the centenary celebrations of the Interfaith Conference at Alova, Swami Sachidananda had organized the All India Conference in Vatican City recently. During the event, Pope Francis himself had addressed the conference and highlighted the significance of Sri Narayana Guru's teachings in the modern millennia. Swami Sachidananda, please. Sahanavatu Sahanau Bhunakru Sahaviryam Karavavahai Tejasvinamadhidamastu Ma Vidvishavahai. Om Shanti 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 Om. Om Avataravadishtandam Sarvanugrahadayinam Shri Narayana Gurum Vande Sarvamangala Siddhaye. Shri Narayana Gurum Vande Sarvamangala Siddhaye. Om Shanti 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 Om. സത്യ ജിജ്ഞാസുക്കളായ സദസ്യരെ, എത്രയും ആദരണീയയായ അധ്യക്ഷ ശ്രീമതി ബീന ബാബുറാം അവറുകളെ, ഈ മഹാസമ്മേളനം സംഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ആർ വെങ്കട്ടരമണി അവറുകളെ, ആമുഖപ്രസംഗം നടത്തിയ ശ്രീ നടേശൻ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ പ്രതിനിധിയായ സ്വാമിജി, ഈ സംരംഭങ്ങളുടെ നാഷണൽ ചെയർമാനായ ഡോക്ടർ ടി പി ശശികുമാർ, സ്വാഗതം പറഞ്ഞ ആർ കെ നായർ, ഈ സംഘടനയുടെ പാഞ്ചജന്യത്തിൻ്റെ മറ്റ് ഭാരവാഹികളെ, ഇവിടെ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ഇന്ത്യക്കകത്തും പുറത്തും ആഘോഷിക്കണം എന്ന് ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ സംഘം തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല പ്രദേശങ്ങളിലും സമ്മേളനങ്ങൾ നടന്നു. ശിവഗിരിയിൽ നടന്ന സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അവരുകളായിരുന്നു. ആലുവയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഓരോ ദേശങ്ങളിലായി നടന്നു വരികയാണ്. വത്തിക്കാനിൽ വെച്ച് ഈ കഴിഞ്ഞ നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലായി ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിച്ചത്. അങ്ങനെ വത്തിക്കാനിലെ സമ്മേളനം സംഘടിപ്പിക്കുന്ന വേളയിൽ ഈ ഡൽഹിയിൽ നിന്നും ശ്രീ വിനോദിൻ്റെ ഫോൺ സന്ദേശം എനിക്ക് ലഭിച്ചു. അദ്ദേഹം പറഞ്ഞത്, സർവമത സമ്മേളനങ്ങൾ ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാജ്യമൊട്ടാകെ നടന്നു വരികയാണല്ലോ. അങ്ങനെയെങ്കിൽ ഡൽഹിയിലുള്ള പാഞ്ചജന്യം അങ്ങനെയുള്ള സംരംഭം ഏറ്റെടുക്കാം. ഡൽഹിയിൽ വെച്ച് ഒരു ലോകമത സമ്മേളനം സംഘടിപ്പിക്കാം.
മാത്രമല്ല 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി നടത്തുകയും ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പങ്കെടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു വലിയ സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ശിവഗിരി മഠം ഞങ്ങളോട് സഹകരിക്കണം. ഇവിടെ നിന്ന് ലഭിച്ച സന്ദേശം ശിവഗിരി സന്യാസംഘം ചർച്ച ചെയ്തു. സന്യാസംഘത്തിൻ്റെ ബോർഡ് യോഗം ചേർന്നപ്പോൾ ഈ കാര്യം അവതരിപ്പിച്ചു. അങ്ങനെ ഡൽഹിയിൽ വെച്ചും ലോകമത പാർലമെൻറ്റ് നടത്താം എന്ന് തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടിയും പാഞ്ചജന്യത്തിൻ്റെ മുഖ്യ പങ്കാളിത്തത്തോടു കൂടിയും ഈ സർവമത സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ്റെ തിരുസന്നിധാനത്തിൽ വെച്ച് ഈ സമ്മേളനം നടക്കുന്നത് എത്രയും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസനും ശ്രീനാരായണ പരമഹംസനും അധ്യാത്മ ഗുരുക്കന്മാരായി. ശ്രീരാമകൃഷ്ണ പരമഹംസൻ സാധനയിലൂടെ സർവ മതങ്ങളുടെയും ഏകത്വം അനുഭൂതിയിൽ ദർശിച്ച് വെളിപ്പെടുത്തിയ മഹാഗുരുവാണ്. ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ മതങ്ങളുടെ എല്ലാം സാരം ഏകമാണ് എന്ന് ദർശിച്ചുകൊണ്ട് ഈ ചരാചരാത്മകമായ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു ഈശ്വര സത്തയുടെ അംശമാണ് എന്ന് അനുഭൂതിയിൽ ദർശിച്ചുകൊണ്ട് ഗുരുദേവൻ അവിടുത്തെ സാന്ദ്രാനുഭൂതി പാടിവെച്ചിട്ടുണ്ട്. നിലമുഴുനീര് അതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി ഈശ്വരനായി മാറുന്നു. എല്ലാം ഒരേ ഒരു ഈശ്വര സത്യം തന്നെ. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഗഖം താനായതും ധരനദീ നാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപം ഇത് നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ഇതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഭവം. മീനായതും മാനായതും പക്ഷിയായതും പറവയായതും നഖമായതും ഖഗമായതും ഓടുന്നതും പറക്കുന്നതും ഇഴയുന്നതും നരനും നാരിയും സ്വർഗവും നരകവും ദേവനും അസുരനും എന്നുവേണ്ട സബരിയൂഥാതി നിഖില സകല പ്രപഞ്ചവും ഒരേ ഒരു ഈശ്വര സത്ത തന്നെ എന്ന് സാന്ദ്രാനുഭൂതിയിൽ ദർശിച്ച മഹാഗുരുവിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നല്ലാതെ എന്തു പറയാൻ സാധിക്കും? എല്ലാം ഒരേ ഒരു ഈശ്വര സത്തയുടെ അംശമായി ദർശിച്ച ഗുരുവിന് മാനവരൊക്കെയും ഒന്ന് എന്ന് മാത്രമല്ലേ പറയാൻ സാധിക്കൂ. അത് പറയുക മാത്രമല്ല, ജീവിതത്തിൽ പ്രായോഗികമാക്കി അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഗുരു ഒരിക്കൽ ശിവഗിരിയിൽ വിശ്രമിക്കുന്നു. കേരളകൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനായ CV കുഞ്ഞിരാമൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന ഗുരുവിൻ്റെ വിശ്വസന്ദേശത്തിൽ മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്, മനുഷ്യരുടെ ദൈവം ഏകമാണ്, പക്ഷേ മനുഷ്യരുടെ മതം ഏകമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗുരു ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ കുഞ്ഞിരാമൻ പറഞ്ഞു, പല പല വിശ്വാസങ്ങളുള്ളതുകൊണ്ട് പല പല മതങ്ങളില്ലേ സ്വാമി. ചിലർ രാമനെയും കൃഷ്ണനെയും ശിവനെയും വിശ്വസിക്കുന്നു, മറ്റു ചിലർ ബുദ്ധനെ, ഇനിയും ചിലർ ക്രിസ്തുവിനെ, നബിയെ, പല 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 വിശ്വാസങ്ങൾ. അതുകൊണ്ട് എങ്ങനെ ഒരു മതമാകും? അപ്പോൾ ഗുരുദേവൻ അരുളി ചെയ്തു, ഈ പല പല വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുടെ എല്ലാം ലക്ഷ്യമെന്താണ്? സുഖമാണ്.
മഹമ്മദാഹ ക്രൈസ്തവാഹ ബൗദ്ധാഹ ജൈനാഹ തഥാ അപരെ ഏകതാപാതനായൈവ പ്രയതന്തെ നിരന്തരം. മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബൗദ്ധന്മാരും ജൈനന്മാരും എന്ന് വേണ്ട എല്ലാവരും ഒരേ ഒരു ആത്മസുഖത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആത്മസുഖം. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ആത്മസുഖമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവരാശികളുടെയും ലക്ഷ്യം എന്താണ്? സുഖമാണ്. ഒരു തെങ്ങ് അല്പം വളഞ്ഞ് വളരുന്നു. എന്തിനു വേണ്ടി? അതിന് നന്നായി വളരാൻ സുഖം കിട്ടാൻ വേണ്ടിയാണ്. മനുഷ്യന് മാത്രമല്ല, വൃക്ഷലതാദികൾക്കും സർവ്വതിനും ആഗ്രഹമായിട്ടുള്ളത് സുഖമാണ്. സർവേ ചാത്മസുഖാവാപ്തേ പ്രവർത്തന്തേ പ്രവർത്തകം എന്ന് ഭഗവാൻ ശ്രീനാരായണ സ്മൃതിയിലൂടെ ഉപദേശിക്കുന്നുണ്ട്. എല്ലാവരും ആത്മസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് എല്ലാറ്റിൻ്റെയും മതം ഏകമായിരിക്കുന്നു. അതുകൊണ്ട് പല 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 വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസികളുടെ എല്ലാം ലക്ഷ്യം ഏകമായതുകൊണ്ട് മതം ഏകമാണ് കുഞ്ഞിരാമ എന്ന് ഗുരു വെളിപ്പെടുത്തി. എന്നിട്ട് ഗുരുദേവൻ ഒരു ചോദ്യം ചോദിച്ചു, കുഞ്ഞിരാമ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണ്? ബുദ്ധൻ അഹിംസയ്ക്ക്, ക്രിസ്തു സ്നേഹത്തിന്, നബി സാഹോദര്യത്തിന് പ്രാധാന്യം നൽകി. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണ് കുഞ്ഞിരാമ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിരാമൻ ഗുരുവിൻ്റെ ഓരോ വാണികളും ശ്രവിച്ച് അങ്ങനെ ലയിച്ചിരുന്ന് പോയപ്പോൾ കുഞ്ഞിരാമൻ്റെ വായിൽ കൂടെ കയറി ഈച്ച് ചെവി കൂടെ ഇറങ്ങിപ്പോയി. മൂപ്പരറിഞ്ഞില്ല, അങ്ങനെ ലയിച്ചിരുന്ന് പോയി. അവസാനം ഗുരു തന്നെ അദ്ദേഹത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞിരാമ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ജാതി മതാദി ഭേദചിന്തകളിൽ നിന്നുമുള്ള മോചനം. ജാതി മതാദി ഭേദചിന്തയിൽ നിന്നുള്ള മോചനമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഇതിൽ നിന്ന് നമുക്കൊരു വാക്യം കൂടി മനസ്സിലാക്കാം. ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും കാര്യം പറഞ്ഞതിന് ശേഷം ഗുരു ഈ കാലഘട്ടത്തിൻ്റെ പറഞ്ഞു. ഗുരുവിൻ്റെ 73 വർഷത്തെ ജീവിതം സമൂഹത്തെ ജാതി മതാദി ഭേദചിന്തയിൽ നിന്നും മോചിപ്പിക്കാനായിരുന്നു. ഗുരുവിൻ്റെ പാരമ്പര്യം അവിടുന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ശ്രീബുദ്ധൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ ആ പാരമ്പര്യത്തിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും പേരിൽ ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും സ്ഥാപിതമായപ്പോൾ ഗുരുദേവൻ അരുളി ചെയ്തു, പല 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 ഗുരുക്കന്മാരുടെ വിശ്വാസങ്ങളെ ചേർത്താണ് ഒരു മതമുണ്ടാകുന്നത്. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആ ഹിന്ദുമതത്തിൽ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, അതുപോലെ സാങ്ക്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ന്യായം, വൈശേഷികം തുടങ്ങി അനേക ചിന്താധാരകളും മതങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരേ ഒരു ഹിന്ദുമതം. ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ പഴയ നിയമവും പുതിയ നിയമവും ശലോമന്റെ ഉപദേശവും മറ്റ് പല ഗുരുക്കന്മാരുടെ ഉപദേശം, പ്രവാചകന്മാരുടെ ഉപദേശം എല്ലാറ്റിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്തു മതം നിലകൊള്ളുന്നത്. ഇസ്ലാം മതത്തെ സംബന്ധിച്ചാണെങ്കിൽ 1,24,000 പ്രവാചകന്മാരിലെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി വന്നുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് പല പല വിശ്വാസങ്ങളെ ചേർത്ത് വെച്ച് ഒരു ഇസ്ലാമായിരിക്കുന്നു. ഗുരു പറഞ്ഞു, പല പല വിശ്വാസങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ചേർത്ത് ഓരോ മതങ്ങളുണ്ടായി എങ്കിൽ എന്തുകൊണ്ട് എല്ലാ മതങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മതം, മനുഷ്യ മതമെന്നോ മാനവ മതമെന്നോ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? എല്ലാ മതങ്ങളുടെയും സാരത്തെ സമാവഹിച്ചുകൊണ്ട് മാനവ മതമെന്നോ മനുഷ്യമതമെന്നോ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? ശ്രീനാരായണ ഗുരു ആ മാനവ മതത്തിൻ്റെ,
ആ മനുഷ്യമതത്തിൻ്റെ മഹാപ്രവാചകനായി നിലകൊള്ളുകയാണ്. ഗുരുവിന് മതത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് 1897 എഴുതിയ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് ഗുരു വിവക്ഷിക്കുന്ന ഏകമതം എന്ന് പ്രഖ്യാപനം ചെയ്യുന്നുണ്ട്. അവിടെ പലമതസാരവും ഏകമെന്നു പാരാതുലകിൽ ആനയിൽ അന്ധനെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ടലയാതമർന്നിടേണം എന്ന് ഗുരു ഉപദേശിക്കുന്നുണ്ട്. ആനയെ കാണാൻ പോയ അന്ധന്മാർ ആനയുടെ ഓരോ ഭാഗങ്ങളും തൊട്ടു നോക്കിയിട്ട് ആന പാറയാണ്, ആന ചൂല് പോലെയാണ്, ആന മുറം പോലെയാണ്, ആന ഒലക്ക പോലെയാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഓരോ മതസ്ഥരും തങ്ങളുടെ മതത്തെക്കുറിച്ച് പറയുന്നത് എന്നും മതത്തിൻ്റെ യഥാർത്ഥമായ തത്വത്തെ മനസ്സിലാക്കിയ ഒരാൾക്കും ഒരു മതത്തെയും അന്യഥാകരിക്കുവാൻ നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാവരെയും സഹോദരന്മാരായി കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗുരു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു സിലോണിൽ പോയ സന്ദർഭത്തിൽ ഒരു ഖാദർ ഗുരുവിൻ്റെ ശിഷ്യനായി വന്നു. ആ ഖാദർ ഗുരുവിനോടൊപ്പം കുറേ ദിവസങ്ങൾ താമസിച്ചു. ഗുരു തിരിച്ചു കേരളത്തിൽ പോന്നു. പിന്നെ രണ്ടാമതും ഗുരു സിലോണിൽ പോയി. അപ്പോഴുണ്ട് ഒരു സ്വാമി. അനേകം പേര് ഗുരുവിനെ കാണാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാമി മുണ്ടനം ചെയ്ത് കാഷായം ധരിച്ചു വന്ന് ഗുരുവിനെ നമസ്കരിച്ചു നിന്നു. ഗുരു ആളിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മൗനമായി നിന്നു. അപ്പോൾ എത്ര നേരം കഴിഞ്ഞിട്ടും സ്വാമി തന്നോട് സംസാരിക്കുന്നില്ല എന്നായപ്പോൾ ആ സ്വാമി പറഞ്ഞു, സ്വാമി എന്നെ മറന്നുപോയോ? ഞാൻ പഴയ ഖാദറാണ്. സ്വാമിയോടുള്ള ഭക്തി വിശ്വാസം കൊണ്ട് ഞാൻ സന്യാസിയായി. ഇപ്പോഴെൻ്റെ പേര് ഖാദർ അല്ല, കാന്തസ്വാമി എന്നാണ്. ഗുരുദേവൻ അരുളി ചെയ്തു, നമുക്ക് ഖാദറിനെ അറിയാം, കാന്തസ്വാമിയെ അറിഞ്ഞുകൂടാ. ഖാദർ നമ്മുടെ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാം, അതിന് സ്കന്ദസ്വാമിയാകേണ്ടതില്ല. ഖാദറായിരുന്നാൽ മതി. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ അന്തേവാസിയായ ഒരു ചാക്കോ ഉണ്ടായിരുന്നു. ഗുരുദേവൻ ദീർഘമായ യാത്രയും കഴിഞ്ഞ് ആലുവയിൽ വരുമ്പോൾ മഞ്ഞവസ്ത്രവും ധരിച്ചു മുണ്ടനം ആയിട്ട് ഒരു യുവാവ് വന്ന് ഗുരുവിനെ നമസ്കരിച്ചു. സത്യവ്രത സ്വാമി പറഞ്ഞു, സ്വാമി നമ്മളുടെ പഴയ ചാക്കോയാണ്. ചാക്കോ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് ശ്രീനാരായണ ദാസ് എന്ന് പേരെടുത്തിരിക്കുകയാണ്. മഞ്ഞവസ്ത്രവും ധരിച്ച് ശ്രീനാരായണ ദാസായി ഗുരുവിൻ്റെ അന്തേവാസിയായി. അപ്പോൾ ഗുരു പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിൽ ചാക്കോ ആയിട്ട് ഇരുന്നാൽ മതി. ഈ വസ്ത്രമൊക്കെ മഞ്ഞവസ്ത്രമൊക്കെ അഴിച്ച് കളഞ്ഞ് പഴയതുപോലെ വെള്ളവസ്ത്രം ധരിച്ച് ചാക്കോ ആയിട്ട് നമ്മുടെ ആശ്രമത്തിൽ ജീവിക്കണം. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സത്യദർശനം. അരുവിപ്പുറത്തിനടുത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും കുറേ ഹൈന്ദവ സഹോദരന്മാർ മതം മാറി ക്രിസ്ത്യാനികളായി. കുമാരനാശാനെ വിട്ട് ഗുരുദേവനെ അവരെല്ലാവരെയും തിരികെ വിളിപ്പിച്ചു. എന്നിട്ട് ഗുരു ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മതം മാറിയത്? അപ്പോൾ അല്ലറ ചില്ലറ സഹായങ്ങൾ അവർക്ക് കിട്ടി, അതിൻ്റെ പേരിൽ മതം മാറിയതാണ്. ഗുരുദേവൻ അരുളി ചെയ്തു, മനുഷ്യന് പുരോഗതിയെ പ്രാപിക്കുവാൻ വേണ്ടി, ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി ഒരു മതവും മാറേണ്ടതില്ല. ഓരോരുത്തരും നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. ഓരോരുത്തരും നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. മതപരിവർത്തനമല്ല മാർഗം. അതുകൊണ്ട് പോയ ആളുകളെല്ലാം തിരികെ വരാൻ പറഞ്ഞു. അവരെല്ലാം തിരികെ കൊണ്ടുവന്നു. ഗുരുവിനെ സംബന്ധിച്ച് മതമല്ല വലുത്, മനുഷ്യനാണ് വലുത് എന്നായിരുന്നു വീക്ഷണം. മാനവരൊക്കെയും ഒന്ന്, അതാണ് നമ്മുടെ മതം എന്ന് ഗുരു പ്രഖ്യാപിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി.
അങ്ങനെ ഏതെങ്കിലും ഒരു ശബ്ദം ഭാരതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും മറ്റേതെങ്കിലും ഒരു മഹാത്മാവിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പഠനാസ്പദമാണ്. മതമേതുമാകട്ടെ മനുഷ്യൻ നന്നാകണം. ഈ മഹിതമായ ദർശനമാണ് ഗുരുദേവൻ കാഴ്ചവെച്ചത്. ഗുരുവിൻ്റെ സന്യാസി ശിഷ്യന്മാര് ഒരു 10-60 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലാദ്യ ശിഷ്യനായി വന്ന ശിവലിംഗ സ്വാമി നായർ സമുദായത്തിൽ ജനിച്ചയാളാണ്. അവസാന ശിഷ്യനായി വന്ന സ്വാമി ആനന്ദ തീർത്ഥൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചയാളാണ്. ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഗുരു നിയോഗിച്ചത് പരമേശ്വര മേനോൻ എന്ന ധർമ്മതീർത്ഥ സ്വാമികളെയാണ്. ശ്രീനാരായണ സ്മൃതി എഴുതിയത് ആത്മാനന്ദ സ്വാമി ഗണക വിഭാഗത്തിൽപ്പെട്ട സ്വാമിയാണ്. ശിവഗിരിയിൽ പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തുകയും ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് രാജ്യമൊട്ടാകെ സഞ്ചരിക്കുകയും ചെയ്ത അമൃതാനന്ദ സ്വാമി നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ആ ജാതി കൂടി തിരിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പലർക്കും ഒരു ധാരണയുണ്ട് ശിവഗിരിയും ശ്രീനാരായണ ഗുരുവും ഒരു പ്രത്യേക സമുദായത്തിൻ്റെതാണെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ശ്രീനാരായണ ഗുരുവിനും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയ്ക്കും ഒരേ ഒരു ദർശനമാണ്, വീക്ഷണമാണുള്ളത്. അവിടെ ജാതിക്കോ മതത്തിനോ ഒരു സ്ഥാനവുമില്ല. ഇന്നും ശിവഗിരിയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാവരും എന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളും ശിവഗിരി മഠത്തിൽ സന്യാസിമാരായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഗുരുവിന് ശിഷ്യനായി വന്നവരുടെ കൂട്ടത്തിൽ ഒരു യൂറോപ്യൻ ഉണ്ടായി. ഏർണസ്റ്റ് കർക്ക് എന്നാണ് പേര്. ആ കർക്ക് സ്വാമി സന്യാസിയാകാൻ ശിവഗിരിയിൽ വന്ന് ഗുരുവിൻ്റെ ശിഷ്യനാകാൻ ഒരു കാരണമുണ്ടായി. അദ്ദേഹം വിദേശത്ത് ജീവിച്ച് മാക്സ് മുള്ളറുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം തോന്നിയിട്ട് നമ്മുടെ കൽക്കട്ടയിൽ ബേലൂർ മഠത്തിൽ താമസിച്ച് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സ്വാമികളുടെ തത്വചിന്തയൊക്കെ പഠിച്ച് ബോംബെയിൽ വന്നൊരു ജ്ഞാനാനന്ദ സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടെ നിന്നും തമിഴ്നാട്ടിൽ വന്ന് രമണ മഹർഷിയോടൊപ്പം ജീവിച്ച് രമണ മഹർഷി പറഞ്ഞു, ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു എന്നൊരു മഹാത്മാവുണ്ട്, അദ്ദേഹത്തെ പോയി കാണണം. അങ്ങനെ ഏർണസ്റ്റ് കർക്ക് ശിവഗിരിയിൽ വന്നു. ശിവഗിരി വന്നപ്പോൾ അവിടെ നടന്ന പരിപാടികളിൽ ഒന്ന് ഒരു വിവാഹം ശാരദാമഠത്തിൽ വെച്ച് നടക്കുന്നു. ആ വിവാഹം കേരളത്തിൽ നിന്നും ജർമ്മനിയിൽ പഠിക്കാൻ പോയ കരുണാകരൻ ഒരു മാർഗറ്റിനെ സ്നേഹിച്ച് ഭാര്യയായി ഭാരതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോഴുണ്ട് അച്ഛനും അമ്മയും പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, നീ ഇവളെ തിരികെ കൊണ്ടുവിടണം. വീട്ടിൽ വലിയ കലഹമായി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നുനുത്ത പാദസ്പർശം ആ ഭവനത്തിലുണ്ടായി. അവിടെ അരുളി ചെയ്തു, ഈ രണ്ടുപേരുടെയും വിവാഹം നടക്കണം, നാം നടത്തിത്തരാം ശിവഗിരിയിലെ ശാരദാമഠത്തിൽ വെച്ച്. അതുവരെയും ക്ഷേത്രങ്ങളിൽ വെച്ച് വിവാഹം നടക്കില്ല. ഇന്ന് ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിൽ 100 കണക്കിന് വിവാഹങ്ങൾ നടക്കുന്നുവെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ശ്രീനാരായണ ഗുരു ശിവഗിരിയിലെ ശാരദാമഠത്തിലാണ്. അപ്പോൾ അന്ന് ഈ യൂറോപ്യ യുവതിയായ മാർഗറ്റിനെ കരുണാകരൻ ഗുരുദേവൻ മാലയെടുത്ത് കൊടുത്ത് വിവാഹം നടന്നു. ഇതെല്ലാം എന്നിട്ട് ഗുരുദേവൻ അരുളി ചെയ്തു, പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുള്ള വേർതിരിവില്ലാതായി ലോകമൊന്നായി തീരുന്നൊരു കാലമുണ്ടാകും. പ്രത്യേകം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുള്ള വേർതിരിവില്ലാതായി ലോകമൊന്നായി തീരുന്നൊരു കാലമുണ്ടാകും. അതിൻ്റെ തുടക്കമായിട്ടാണ് ഗുരുദേവൻ ഈ വിവാഹത്തെ നോക്കിക്കണ്ടത്. ആ സമ്മേളനം സമംഗളം പര്യവസാനിച്ചു. അത് കഴിഞ്ഞ് 3 സമ്മേളനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം സമ്മേളനം പര്യവസാനിച്ചത് 3 ദിവസത്തെ സമ്മേളനത്തിൻ്റെ സമാപനം നടന്നത് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ആലയത്തിൽ വെച്ചാണ്. ലോക സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട മറ്റൊരു മഹാപുരുഷനാണ് സെൻറ്റ് ഫ്രാൻസിസ്. അദ്ദേഹം ചരാചരാത്മകമായ ദൃശ്യപ്രപഞ്ചത്തെ ആത്മഭാവത്തിൽ കണ്ടുകൊണ്ട്
മനുഷ്യനെ മാത്രമല്ല വൃക്ഷജാതികളെയും പക്ഷിവൃന്ദങ്ങളെയും എല്ലാം സാഹോദര്യഭാവത്തിൽ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു മഹാപുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ സമാപന സമ്മേളനം നടത്തുവാൻ സാധിച്ചതും ഈശ്വര നിശ്ചയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അവിടെ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ആലയത്തിൻ്റെ ഇന്നത്തെ തലവനായിരിക്കുന്ന കർദിനാളാണ് ആ സമ്മേളനം സമുദ്ഘാടനം ചെയ്തത്. അതിൽ കേരളത്തിൽ നിന്നുള്ള 5 വൈദികന്മാർ, ക്രിസ്തീയ വൈദികന്മാരുണ്ടായിരുന്നു. 5 MLA കേരളത്തിൽ നിന്നും പങ്കെടുത്തിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ 15 രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. സമാപന സന്ദേശം നൽകിയത് ഞാനാണ്. സമാപന സന്ദേശം ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ സർവമത പാഠശാല സ്ഥാപിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ വത്തിക്കാനിൽ എത്തിയിട്ടുള്ളത്. ഇനി ശിവഗിരിയിൽ വേണ്ടത് ഒരു സർവമത പ്രാർത്ഥനാലയമാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ ഒരു സർവമത പ്രാർത്ഥനാലയം സ്ഥാപിക്കണം എന്ന തീരുമാനം അവിടെ പ്രഖ്യാപനം ചെയ്തു. എല്ലാ മതസ്ഥർക്കും, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ബൗദ്ധനെന്നോ ജൈനനെന്നോ ഈ വക ഭേദമില്ലാതെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസാനുസരണം പ്രാർത്ഥിച്ചുപാസന നടത്തുവാൻ, ധ്യാനിക്കുവാൻ പര്യാപ്തമായൊരു ധ്യാന മണ്ഡപമായി, ഒരു മഹാഗുരു മന്ദിരമായി എല്ലാവർക്കും ഒന്നയിച്ചു കൂടാനുള്ള ഒരു അധ്യാത്മ കേന്ദ്രം ശിവഗിരിയിൽ പണിയാൻ തീരുമാനമെടുത്ത് പ്രഖ്യാപനം ചെയ്തു. സഹോദരങ്ങളെ, മതസമന്വയത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ മഹിതമായ മന്ത്രം ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു മഹിതമായ സന്ദർഭം ഇവിടെ ഈ ഡൽഹിയിൽ സൃഷ്ടിക്കുവാൻ മുന്നോട്ട് വന്ന നമ്മളുടെ ശശികുമാറിനെയും ശ്രീ നടേശനെയും വിനോദിനെയും അതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകളെ, വാസ്തവത്തിൽ ഞാൻ വത്തിക്കാനിലൊക്കെ പോയി വന്ന് കുറേ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നപ്പോൾ സ്വാമി ഇവിടുത്തെ പോകുന്നില്ലേ, ഡൽഹിയിൽ പോകുന്നില്ലേ, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് ഇതായിരിക്കുന്ന അനിത ശങ്കറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലൈറ്റിൽ വന്നത്. അപ്പോൾ അങ്ങനെ എന്നെ പ്രേരിപ്പിച്ച അനിതാ ശങ്കറേയും ഇതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും, ശ്രീ ബാബുപ്പണിക്കർ അടക്കമുള്ളവർ, ശ്രീ ചന്ദ്രൻ, ഇവരൊക്കെ വാസ്തവത്തിൽ എൻ്റെ ആത്മസ്നേഹിതന്മാരാണ്. ഡൽഹിയിൽ വന്ന് ഇവരെയൊക്കെ വീണ്ടും കണ്ട സൗഹൃദം പുലക്കുവാൻ സാധിച്ചു. ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ്റെ കരുണാകടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം.